ഹായ് ഓൾ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ്റ്റിക്സ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാം. ഇതാണ് ക്യാൻഡിൽസ്റ്റിക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ് ക്യാൻഡിൽസ്റ്റിക്ക്? ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനുള്ളിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് കാണിക്കുന്ന ഒരു ടൂളാണ് ക്യാൻഡിൽസ്റ്റിക്ക് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 1 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്സ്, 50 മിനിറ്റ്സ്, 1 അവർ, 1 ഡേ, അങ്ങനെ പല ടൈം ഫ്രെയിമുകളുണ്ട്. അപ്പോൾ ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യണമെന്ന് നമ്മളെ കാണിക്കുന്ന ഒരു ടൂളാണ് ക്യാൻഡിൽസ്റ്റിക്ക്. ബുള്ളിഷ്, ഇത് ഫസ്റ്റ് കൊടുത്തേക്കണത് ബുള്ളിഷ് ക്യാൻഡിലാണ് കൊടുത്തേക്കണത്, അതായത് ഗ്രീനായിട്ട് കൊടുത്തേക്കണത്. അതായത് ഇവിടെ ഓപ്പൺ, ഇവിടെ ക്ലോസ്, ഇത് ഹൈ, ഇത് ലോ. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മാർക്കറ്റ് പ്രൈസ് ഓപ്പൺ ചെയ്ത പ്രൈസാണിത്. ഇവിടെയാണ് ഓപ്പൺ ചെയ്തേക്കണേ. ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കണേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ക്യാൻഡിലാന്ന് എടുക്കുക. ഇത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ബോഡിക്കാണ് നമ്മളെ ഓപ്പണിങ് ക്ലോസ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴത്തേട്ട് വന്നതിന് ശേഷം പിന്നെ മുകളിലേക്ക് പോയി. ആ ഒരു വിക്സിനാണ് ലോ എന്ന് പറയുന്നത്. അതായത് കുറച്ച് താഴത്തോട്ട് വരാൻ നോക്കി, പക്ഷേ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബുള്ളിഷായിട്ടുള്ള ബയ്യേഴ്സ് ഉള്ള കാരണം അവർ മാർക്കറ്റിനെ കുറച്ച് മേപ്പോട്ട് കൊണ്ടുപോയി. അപ്പോൾ നേരെ മേപ്പോട്ട് പോയി. പിന്നെ അവർ മേളിലേക്ക് കയറാൻ കഴിഞ്ഞപ്പോഴത്തേക്കും സെല്ലേഴ്സ് കുറച്ച് ആക്റ്റീവായി. അപ്പോൾ കുറച്ചും കൂടെ താഴത്തോട്ട് വന്നു. അപ്പോൾ ഇത് വിക്സാണ് കൊടുത്തേക്കണത്. അപ്പോൾ ഇതാണ് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരെ റിവേഴ്സും ഇതാണ് ബീറിഷ് ക്യാൻഡിൽ. ബീറിഷ് ക്യാൻഡിൽ പറയുമ്പോൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്തേക്കണം. ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഇത് രണ്ടും വിക്സ്. ഏറ്റവും ലോ പോയത് ഇവിടം വരെയാണ് ഇതിൻ്റെ മാക്സിമം ലോ പോയത്, ഇവിടം വരെയാണ് മാക്സിമം ഹൈ പോയത്. ഇതാണ് ബുള്ളിഷ് ക്യാൻഡിലും ബീറിഷ് ക്യാൻഡിലും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് പലതരത്തിലുള്ള ക്യാൻഡിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് സ്പിന്നിങ് ടോപ്പ് പരിചയപ്പെടാം. ഇതാണ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്നത്. ഈ സ്പിന്നിങ് ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിസിഷൻ മൂവ്മെൻ്റ് ആണ്. അതായത് ബയ്യേഴ്സ്, ഇത് ഇവിടെ കണ്ടോ, ബയ്യേഴ്സും സെല്ലേഴ്സും ഏകദേശം ഈക്വലൻ്റ് ആണ്. അതായത് ഒരു മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്നുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് സ്പിന്നിങ് ടോപ്പ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പറയണത്. ഇതിപ്പോൾ മാർക്കറ്റ് മേളിലേക്ക് കുറേ ഗ്രീൻ ക്യാൻഡിൽ കാണിച്ച് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്പിന്നിങ് ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബയ്യേഴ്സിൻ്റെ ആ മൂവ്മെൻറ്റ് അവിടെ ബ്ലോക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു ട്രേഡ് നമ്മൾ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യരുത്, കാരണം മാർക്കറ്റ് ഇൻഡിസിഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ബീറിഷിൻ്റെയും ഒരു സ്പിന്നിങ് ടോപ്പ് കൊടുത്തേക്കണേ. അതായത് മാർക്കറ്റ് കീപ്പോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്പിന്നിങ് ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ ബീറിഷിൻ്റെ ഒരു മൂവ്മെൻറ്റ് അവിടെ എൻഡായി എന്നാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ഇത് പിന്നെ സപ്പോർട്ടിൽ വന്നാലാണ് ഇതിന് വാല്യൂ ഉള്ളത്. ഇപ്പം നോർമലി നമ്മളൊരു മാർക്കറ്റിൽ ജസ്റ്റ് ഒരു സ്പിന്നിങ് ടോപ്പ് അടിച്ച് അതിന് വാല്യൂ ഉണ്ടാവണമെന്നില്ല. കറക്റ്റ് അത് സപ്പോർട്ട് പോയിൻ്റ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഓപ്ഷൻ ചെയ്യാൻ അനലൈസ് ചെയ്തുകൊണ്ടുകൂടി നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഈ സ്പിന്നിങ് ടോപ്പുകൾ അടിക്കണമെങ്കിൽ അതിന് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതാണ് സ്പിന്നിങ് ടോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുബോസു ക്യാൻഡിലാണ്. മറുബോസു ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്സ് ഉണ്ടാവില്ല. കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തോട്ടും വിക്സ് ഇല്ല, മേളിലേക്കും വിക്സ് ഇല്ല. അതിൻ്റെ അർത്ഥം വെച്ചാൽ സ്ട്രോങ് ബുള്ളിഷാണത്. ഇത് ബുള്ളിഷ് മറുബോസു ആണ് കൊടുത്തേക്കണേ. ഇത് സ്ട്രോങ് ബുള്ളിഷാണ്. അത് മാർക്കറ്റിൽ ബയ്യേഴ്സ് വളരെ ആക്റ്റീവ് ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ വരുന്നതാണ് ബീറിഷ് മറുബോസ് കൊടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ മാർക്കറ്റ് നേരെ സെല്ലേഴ്സാണ് വളരെ ആക്റ്റീവായിട്ടുള്ളത്, വിക്സ് ഒന്നുമില്ല. അപ്പോൾ മാർക്കറ്റിൽ സെല്ലേഴ്സ് വളരെ കൂടുതലാണെന്നാണ് ഇതിൻ്റെ മീൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോജീസാണ്. പലതരം ഡോജീസുകളുണ്ട്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പിന്നിങ് ടോപ്പ് പോലെയൊക്കെ തന്നെ ലോങ് ലെഗഡ് ഡോജി ഉണ്ട്, ഗ്രേറ്റ് സ്റ്റേൺ ഡോജി ഉണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഡോജി ഉണ്ട്, 4 പ്രൈസ് ഡോജി ഉണ്ട്, സാധാ ഡോജി. ഇതുണ്ട്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇൻഡിസിഷനാണ് നമ്മൾ കാണിക്കുന്നത്.
അതായത് മാർക്കറ്റ് എങ്ങോട്ട് പോകും, അതായത് പറഞ്ഞെങ്കിൽ സെല്ലേഴ്സിൻ്റെ കാര്യത്തിലും ബയ്യേഴ്സിൻ്റെ കാര്യത്തിലും യാതൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വന്നാൽ തന്നെ നമ്മളത് മനസ്സിലാക്കുക എന്ന് വെച്ച് പറഞ്ഞെങ്കിൽ മാർക്കറ്റിൽ ഒരു ഡിസിഷൻ ആയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോജി ഉണ്ട്, ഗ്രേപ്പ് സ്റ്റോൺ ഡോജി എന്ന് അത് പറഞ്ഞാൽ ഇത് നമ്മളെ ടോപ്പിലാണ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് മാർക്കറ്റ് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ടോപ്പിലാണ് ഫോം ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ, ടോപ്പിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസിലാണ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് വാല്യൂ ഉണ്ട്. അവിടെ നിന്ന് തന്നെ നേരെ മാർക്കറ്റ് കീപ്പോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഡ്രാഗൺ ഫ്ലൈ ഡോജി പറയുമ്പോൾ നമ്മൾ താഴെ ഒരു ബീറിഷ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെയാണ് ഇത് വന്നതെങ്കിൽ അതിന് വാല്യൂ ഉണ്ടാവും. അതിൻ്റെ സെൻറ്ററിലൊന്നും വന്നാൽ ഇതിന് വാല്യൂ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ താഴെ വന്നിട്ടുണ്ടെങ്കിൽ താഴെ വന്നെന്ന് വെച്ചാൽ അത് സപ്പോർട്ടിലായിരിക്കണം. ആ സപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓപ്ഷൻ ചെയിനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ റെഗുലറായിട്ട് നമ്മൾ ചാർട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഏതാ മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷനാണ് നമ്മൾ. പിന്നെ വന്നിട്ട് ഹാങ്ങിങ് മാനാണ്. ഈ ഹാങ്ങിങ് മാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ബുള്ളിഷായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതേപോലൊരു ക്യാൻഡൽസ്റ്റിക്ക് ഫോം ചെയ്തു. ഇതാണ് ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത്. ഇതിൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് അവിടെ ഒരു സ്റ്റോപ്പായി എന്നാണ് ഇതിൻ്റെ മീനിങ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു ഇത് ശരിക്കും വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് റെസിസ്റ്റൻസിൽ പോയിട്ട് വന്നാലാണ് ഇത് വാലിഡ് ആവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാലിഡ് എന്ന് പറയാനില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിൽ തന്നെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അത് ബുള്ളിഷ് മൂവ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ഈ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ഇതുപോലെ തന്നെ ഒരു ഫോമേഷൻ ഉണ്ടായി. ഈ ഫോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഹാങ്ങിങ് മാനെ പോലെ തന്നെ അത് നേരെ റിവേഴ്സ് ആണെന്നുള്ളൂ. ഇത് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ബുള്ളിഷ് മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പായി എന്നാണ് അർത്ഥം. അതിനുശേഷം മാർക്കറ്റ് പിന്നെ നെക്സ്റ്റ് പിന്നീട് ഇവിടുന്ന് ഒരു ബൈയിങ് എടുക്കാണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ മീൻ ചെയ്യണത് ബുള്ളിഷ് മൂവ്മെൻറ്റ് ഓൾറെഡി സ്റ്റോപ്പായി, പെട്ടെന്ന് തന്നെ ബീറിഷ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു സിഗ്നലാണ് ഈ കൊടുത്തതാണ് ഷൂട്ടിംഗ് സ്റ്റാർ നമ്മൾ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസിൽ വന്ന് ഫോം ആയി കഴിഞ്ഞാലാണ് ഇതിന് വാലിഡ് ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻഗൾഫിംഗ് ക്യാൻഡിലാണ്. ഇൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ഒരു ബീറിഷ് മൂവ്മെൻറ്റ് വന്നു. ഇത് കണ്ടോ, ഈ ക്യാൻഡിൽ ഒരു ബോഡി ചെറുതാണ്. ഈ ക്യാൻഡിൽ ബോഡി വലുതാണ്. അതായത് ഈ ക്യാൻഡിലിനെ ഫുള്ളായിട്ട് ഈ ക്യാൻഡിൽ ഓൾറെഡി കവർ ചെയ്തിട്ട് പോയി കാണും. ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെ, ഇത് ക്ലോസിങ് ഇവിടെ, ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ, ക്ലോസ് ചെയ്ത് ഇവിടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിനെ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്തേക്കാണ്, പാർഷ്യലായിട്ട് കവർ ചെയ്തതിനാണ് ഇൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സിഗ്നലാണ് കൊടുത്തേക്കണത്. ഇത് ഞാൻ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടിൽ വന്നിട്ട് ഫോം ആയാലാണ് ഇതിന് വാലിഡ് ഉള്ളത്. അല്ലാണ്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഇടയ്ക്ക് വന്ന് ഇത് ഫോം ആയി കഴിഞ്ഞാൽ വാലിഡ് എന്ന് നമുക്ക് പറയാനില്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആയാലും ഒരു ബീറിഷ് ആയിട്ടുള്ള ഒരെണ്ണം ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് വരും എന്നാണ് ഇതിൻ്റെ മീനിങ് ചെയ്യണം. ഇതുകൊണ്ടോ മാർക്കറ്റ് മേളിലേക്ക് പോകാറുന്നു, അവിടെ ഒരെണ്ണം സെല്ലറിൻ്റെ ഒരു ഇൻഗൾഫിംഗ് ക്യാൻഡിൽ പോലത്തെ ഫോം ചെയ്തു. അപ്പോൾ പിന്നെ അത് ബെയറിഷ് മൂവ്മെൻറ്റ് ഓൾറെഡി സ്റ്റോപ്പ് ആയി. അതുപോലെ തന്നെ സെയിം ഒരു പാറ്റേൺ തന്നെയാണ്. പിന്നെ കൊടുത്തേക്കുന്ന ട്വീസേഴ്സ് എന്ന് പറഞ്ഞൊരു ഫോർമേഷനാണ്. ട്വീസേഴ്സ് എന്ന ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഒരു ബീറിഷ് മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതേപോലൊരു ക്യാൻഡിൽ ഫോമായി. അതിനുശേഷം അപ്പോൾ തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് വൈറ്റ് കളറിൽ സെയിം ഇത് തന്നെ ഇതുപോലത്തെ ഒരു ക്യാൻഡിൽ ഫോമായി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറിഷ് മൂവ്മെൻറ്റ് ഓൾറെഡി സ്റ്റോപ്പായി എന്നുള്ള ഒരു സിഗ്നലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബൈയിങ് എടുക്കാം, ബൈയിങ് പോകാം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് സപ്പോർട്ടിൽ വന്ന് ഫോം ആയാലാണ് ഇതിന് വാലിഡ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോം ആയിക്കണുണ്ടോ,
അതുപോലെ തന്നെയാണ് ഇവിടെയും ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും റെഡ് ക്യാൻഡിലാണ് വരുന്നത്. ഇത് ഇവിടെ കൊടുത്തേക്കുന്ന ഗ്രീൻ ക്യാൻഡിലാണ്, പക്ഷേ ഇത് റെഡ് ക്യാൻഡിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് മാർക്കറ്റ് മേപ്പോട്ട് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു റെഡ് ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കീപ്പോട്ട് വരും എന്നുള്ളൊരു ഫോർമേഷനാണ് കൊടുത്തേക്കണത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മോർണിംഗ് സ്റ്റാർ ആണ്. മോർണിംഗ് സ്റ്റാർ നമുക്ക് നോക്കുമ്പോൾ നോക്കാം, ഒരു ബീറിഷ് മൂവ്മെൻ്റ് ഉണ്ടായി, ഒരു മറുബോസു ക്യാൻഡിൽ കണ്ടോ, ഇത് മറുബോസു ക്യാൻഡിലാണ്. അപ്പോൾ തന്നെ ഒരു സ്പിന്നിങ് ടോപ്പ് ഫോം ചെയ്തു. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ നോർമൽ ഒരു ക്യാൻഡിലും ഫോം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു സിഗ്നലാണ് കൊടുത്തേക്കണം മോർണിംഗ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻഡിൽ ഫോമേഷൻ നിങ്ങൾ നോക്കുക, ഇത് ഞാൻ പറഞ്ഞു സപ്പോർട്ടിൽ വന്ന് ഫോം ആയാലാണ് ഇതിന് വാലിഡ് ഉള്ളത്. പലവർക്കും തെറ്റിദ്ധാരണ വെച്ചാൽ ഇതുപോലത്തെ ഫോമേഷൻ ഉണ്ടാകും, പക്ഷേ അത് സപ്പോർട്ടിലാണോ റെസിസ്റ്റൻസിലാണോ എന്ന് അറിയാണ്ട് എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടി വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓപ്ഷൻ ചെയിനിൽ പോവുക. ഓപ്ഷൻ ചെയിനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസിൽ എവിടെയൊക്കെയാണോ വന്നേക്കണമെന്ന് നോക്കുക. അത് നോക്കിയിട്ട് നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ ഈവനിങ് സ്റ്റാർ വന്നിട്ട് റെസിസ്റ്റൻസിൽ പോയിട്ട് ഇതേമാതിരി ഫോമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈവനിങ് സ്റ്റാർ വരും. കണ്ടോ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് കൊടുത്തേക്കണത്. പിന്നെ വൈറ്റ് സോൾജേഴ്സ് എന്ന് പറഞ്ഞ ക്യാൻഡിലുണ്ട്, അത് വെച്ചിട്ടുണ്ടോ, അതായത് 3 എണ്ണം ഇതുമാതിരി ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണെന്നാണ് അർത്ഥം. കണ്ടോ, ഒരെണ്ണം ഇതുപോലെ ഫോമായി, സ്പിന്നിങ് ടോപ്പ് പോലത്തെ ഒരെണ്ണം ഫോമായി. ഒരെണ്ണം മേളിലേക്ക് മാത്രമേ വിക്സ് ഉള്ളൂ, താഴത്തേക്ക് വിക്സ് ഇല്ല. ഇവിടെ മറുബോസു ക്യാൻഡിൽ വിക്സേ ഇല്ല. അപ്പോൾ സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻ്റ് എന്നാണെന്നാണ് ഇതിൻ്റെ മീനിങ്. അതുപോലെ തന്നെ 3 ബ്ലാക്ക് ക്രൗസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേത് പറഞ്ഞ പോലെ തന്നെ ബീറിഷിൻ്റെ ഇത് സ്ട്രോങ് ബീറിഷ് മൂവ്മെൻ്റ് ആണ്. ഇതുപോലത്തെ ഒരു ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ സ്ട്രോങ് ബീറിഷ് മൂവ്മെൻ്റ് ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത്. അപ്പോൾ ഇനി ഒരുപാട് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാറ്റേൺസുകൾ ഇനി നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പാറ്റേൺസാണ് ഇപ്പോൾ കാണിച്ചേക്കണത്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് നോക്കിയിട്ട് പാറ്റേൺസ് വാച്ച് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് റെഗുലറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഏത് സ്റ്റോക്കിൻ്റെ ആണോ വെച്ചാൽ ഏത് ഇൻഡെക്സിൻ്റെ ആണോ വെച്ചാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ഓപ്ഷൻ ചെയിനിലെ മെയിനായിട്ട് സ്ട്രൈക്ക് പ്രൈസ് തന്നെ ഈ OA ആഡ് ചെയ്ത് വരുന്ന ലെവൽസുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കാൻ നോക്കുക. അപ്പോൾ അതൊക്കെ സ്ട്രോങ് സപ്പോർട്ട് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രോങ് സപ്പോർട്ട് പോയിന്റിൽ ഇതേപോലെയുള്ള ക്യാൻഡിൽസ്റ്റിക്കുകൾ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, ഉടനടി എടുക്കണം എന്നല്ല, അത് നമ്മൾ നോക്കുക എന്താ മാറ്റം സംഭവിക്കണമെന്ന് നോക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക.